ഭരണഘടനാ ദിനം, വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികം, രാമക്ഷേത്രത്തിൽ ധർമ്മധ്വജം ഉയർത്തിയത്, കുരുക്ഷേത്രയിലെ പാഞ്ചജന്യ സ്മാരകം ഉദ്ഘാടനം എന്നിങ്ങനെ നവംബർ മാസത്തിലെ വിശേഷതകൾ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 128-ാം പതിപ്പ് ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ലീപ് എഞ്ചിൻ MRO സൗകര്യം ഹൈദരാബാദിൽ ഉദ്ഘാടനം ചെയ്തത്, INS മാഹിയെ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തിയത്, രാജ്യത്ത് സ്കൈ റൂട്ടിൻ്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് അനാച്ഛാദനം ചെയ്തത് തുടങ്ങിയ സമീപകാല സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ പുതിയ ചിന്തയെയും നവീകരണത്തെയും യുവശക്തിയെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കാർഷിക മേഖലയിൽ 357 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തോടെ ഇന്ത്യ ചരിത്രപരമായ റെക്കോർഡ് സ്ഥാപിച്ചു. 10 വർഷം മുമ്പുള്ളതിനേക്കാൾ 100 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വർദ്ധിച്ചതായി അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന്റെ ആതിഥേയത്വം വഹിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഇന്ത്യ കായിക ലോകത്തും മഹത്വം കൈവരിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2025 നവംബർ ഇന്ത്യയിൽ കായിക രംഗത്ത് സൂപ്പർ ഹിറ്റായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യൻ വനിതാ ടീമിന്റെ ICC വനിതാ ലോകകപ്പ് നേട്ടം, ബധിര ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടം, കബഡി ലോകകപ്പ് നേടിയത്, ഒരു മത്സരം പോലും തോൽക്കാതെ വനിതാ ടീം ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് തുടങ്ങിയവ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് എൻഡ്യൂറൻസ് സ്പോർട്സിന്റെ ഒരു പുതിയ കായിക സംസ്കാരം ഇന്ന് അതിവേഗം ഉയർന്നുവരികയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. എല്ലാ മാസവും 1500-ലധികം എൻഡ്യൂറൻസ് സ്പോർട്സ് ഇവന്റുകൾ നടക്കുന്നുണ്ട്. പർവ്വതങ്ങൾ, സംസ്കാരം, സാഹസികതയ്ക്കുള്ള അനന്ത സാധ്യതകൾ എന്നിവയുള്ളതിനാൽ ഇന്ത്യ ശൈത്യകാല വിനോദസഞ്ചാരത്തിനുള്ള എല്ലാ സാധ്യതകളും കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയിൽ INS മാഹിയെ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇന്ത്യയുടെ സുരക്ഷാ പരിസ്ഥിതി സംവിധാനം ശക്തിപ്പെടുത്തുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനം തോന്നുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്പന്നമായ ചരിത്ര പൈതൃകമുള്ള മാഹി എന്ന സ്ഥലത്തിൻ്റെ പേരിലാണ് ഇതിന് മാഹി എന്ന് പേരിട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. G20 ഉച്ചകോടിയിൽ ലോക നേതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകിയപ്പോൾ ഈ വികാരം ശ്രദ്ധാപൂർവം മനസ്സിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത മാസം 2-ന് കാശിയിലെ നമോ ഘട്ടിൽ ആരംഭിക്കുന്ന 4ാമത് കാശി തമിഴ് സംഗമത്തെക്കുറിച്ച് പരാമർശിക്കവേ, തമിഴ് ഭാഷയോട് അടുപ്പമുള്ള എല്ലാവർക്കും കാശി തമിഴ് സംഗമം ഒരു പ്രധാന വേദിയായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ പ്രകൃതി കൃഷിക്കായി നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ലോകമെമ്പാടുമുള്ള ആളുകൾ ദിവ്യഗ്രന്ഥമായ ഗീതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത് കാണുന്നത് ഏറെ സന്തോഷകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വയ്ക്ക് സമാനമായ സാഹചര്യങ്ങളിൽ ഡ്രോണുകൾ പറത്താൻ ശ്രമിക്കുന്ന ISRO സംഘടിപ്പിച്ച അതുല്യമായ ഡ്രോൺ മത്സരത്തെക്കുറിച്ചും ശ്രീ മോദി പരാമർശിച്ചു. തേനുൽപാദനത്തിൽ ഇന്ത്യ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്തെ തേനുൽപാദനം ഏകദേശം ഇരട്ടിയായി. ഭൗമസൂചിക പദവി ലഭിച്ച ജമ്മു കാശ്മീരിലെ റംബാൻ സുലൈ തേനിനെക്കുറിച്ചും മോദി സംസാരിച്ചു. കാട്ടുതുളസിയിൽ നിന്നാണ് തേനീച്ചകൾ ഈ സവിശേഷ തേൻ ഉത്പാദിപ്പിക്കുന്നത്.
തേൻ വേർതിരിച്ചെടുക്കുന്ന കർഷകർക്ക് പുതിയ ദിശാബോധം നൽകുന്ന ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിലെ കർഷക സംഘടനയായ ഗ്രാമജന്യയെയും കർണാടകയിലെ തുംകുരു ജില്ലയിലെ ശിവഗംഗ കലഞ്ചിയെയും കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനും ജനങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള മികച്ച വേദിയാണ് മൻ കി ബാത്ത് എന്ന പരാമർശത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 128-ാം പതിപ്പ് ഉപസംഹരിച്ചത്.